സജി, നമ്മൾ എപ്പോൾ കൂടുമ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്നത് ബസ്സിൻ്റെ ഒരു ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ടിൽ നിന്ന് സംസാരിക്കാറുണ്ട്. ബസ്സിന് വയ്യ, ബസ്സിന് വിഷമമുണ്ട്. ബസ്സിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് നല്ല സോങ് എഴുതിയിട്ടുണ്ടോ? ബസ് ഞങ്ങളുടെ ഒരു ഭാഗമാണിപ്പോൾ, അല്ലെങ്കിൽ ബസ്സിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ. അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബസ്സിന് നമുക്ക് വേറൊരു ഐഡൻറ്റിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന ചുറ്റുപാടിലുള്ള പലതും നമ്മളോട് ഇതുപോലെ സംസാരിക്കേണ്ടതെന്നാണ് നമുക്ക് ഫീൽ ചെയ്യണത്. കാരണം ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മതി, അത് നിങ്ങളോട് മനുഷ്യർ മാത്രമോ അല്ല നിങ്ങളോട് സംസാരിക്കണത്, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പോയിന്റിൽ നമ്മൾ വിട്ടു പോകണില്ല കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചൊരു വാക്ക് വെച്ചുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ്, വളരെ റിബല്യൻ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അതായത് ആ പാട്ട് ഞങ്ങളെ കൊണ്ട് പറയിച്ചത് ഇവിടെയുള്ള കുറേ മരങ്ങളാണ്. തൃശ്ശൂർ ഏകദേശം ഒരു 3 വർഷം മുമ്പ് കുറേ അവിടെ നമ്മുടെ അക്കാദമിയുടെ ഒക്കെ പരിസരത്തുണ്ടായിരുന്ന ടൗണിലുണ്ടായിരുന്ന കുറേ മരങ്ങൾ, തണൽ മരങ്ങൾ, അത് ആർക്കും ഉപദ്രവമില്ലാണ്ട് കുറേ ആൾക്കാർ ഉപകാരം മാത്രമായിട്ട് നിന്ന കുറേ മരങ്ങളായിരുന്നു. ആ മരങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞിട്ട്, വികസനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അത് മുറിച്ചു മാറ്റുകയാണ്. അപ്പോൾ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് മുറിച്ചു മാറ്റുന്ന സമയത്ത് മരങ്ങൾ ഇങ്ങോട്ട് പറയേണ്ട കുറേ കാര്യങ്ങൾ. എന്തിനാണ് നിങ്ങൾ പറയുന്നത്രത്തോളം ഒക്കെ ആവേശം വേണോ, ഇതിന് ഇത്രയും വേണോ, എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ ജീവിച്ചു തുടങ്ങിയേക്കാൾ മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നതല്ലേ എന്ന് ഇതിന് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നവരോടും ഇതിന് വേണ്ടിയിട്ട് ഇത് മുറിച്ചോളം പറയുന്നവരോടൊക്കെ ഇത് പറഞ്ഞു നോക്കുന്നുണ്ട്. അത് ആരും കേട്ടില്ലായിരുന്നു. അങ്ങനെയാണ് അപ്പം മരങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു പെട്ടെന്ന്, അപ്പം അന്ന് ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഷാജിയേട്ടനൊരു പാട്ട് എഴുതിയിരുന്നു. ആ ചോദ്യം മരങ്ങൾ എന്തിനാണെന്നുള്ളതാണ്. മരങ്ങൾ എന്തിനുമാടോരേ, മരങ്ങൾ എന്തിനുമാടോരേ, മരങ്ങൾ എന്തിനുമാടോരേ, ഈ മരങ്ങൾ എന്തിനുമാടോരേ, മാളിക പണിയാനിടമില്ലാതെ, റോഡുകൾ വെട്ടാനിടമില്ലാതെ, ചുമ്മാ പൊങ്ങി സ്ഥലം മുടക്കുമി മരങ്ങൾ എന്തിനുമാളൂരേ, ഈ മരങ്ങൾ എന്തിനുമാളൂരേ. അപ്പോൾ അത് നമുക്ക് വളരെ ആവേശം ഉണ്ടാക്കിയൊരു പാട്ടാണ്. കാരണം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരങ്ങൾ നടണം, മരങ്ങളെ വളർത്തണം. അപ്പോൾ ഇത് നമ്മൾ തന്നെ എല്ലാവരും ഇത്രയും പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും മരങ്ങളെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മരം മുറിക്കാമെന്നാ, മരങ്ങൾ എന്തിനാ അങ്ങനെ ചോദിക്കുന്നതിലൂടെ ഒരു പക്ഷെ അവിടെ ആയിരിക്കും, ആ ചോദ്യം കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആളുകൾ ശരിയാണല്ലോ, അല്ലെങ്കിൽ എന്തിനിപ്പോൾ ഈ മരം. അപ്പോൾ അതിൻ്റെ പ്ലസ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അതിനെക്കുറിച്ച് നമുക്കൊരു ചിന്താ പദ്ധതി നമുക്ക് ഉണ്ടാക്കേണ്ടി വരികയാണ്. ബസ്സിലേക്ക് തിരിച്ചു വരാം. ഇതുപോലെ ബസ്സിൽ ഒരു പെർഫോമൻസിനെ ആലോചിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതിന് കൂടെ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ബസ്സാണ് നമുക്ക് കുറേ കാഴ്ചകൾ തരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് കണ്ടൊരു വാക്കും കൂടിയാണ് വികസനോത്സവം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വികസനം എന്ന് പറയുന്നത്. അപ്പോൾ വികസനം എന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും കൃത്യമായിട്ട് പറയാനൊന്നും അറിയണില്ല. അപ്പോൾ വികസനത്തിനെ എല്ലാവർക്കും ഇതൊരു മന്ത്രം പോലെയാണ്. അപ്പോൾ വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന വികസനം എന്നുള്ളത്, അത് ബസ് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം ബസ്സിൻ്റെ വളരെ ശോചനീയമായിട്ടൊരു അവസ്ഥയിൽ നിന്നാണ് ബസ് വേറൊരു അവസ്ഥയിലേക്ക് നീങ്ങി വന്നത്. അതിൻ്റെ ശരീരം മാറി, അതിൻ്റെ രൂപം മാറി, അതിൻ്റെ ഘടന മാറി, എല്ലാം മാറിയിട്ട് വന്നത്. അപ്പോൾ അതിനുണ്ട് വികസനത്തിനെ കുറിച്ചൊരു ഒരു കാര്യം പറയാനായിട്ട്. പക്ഷെ അത് നമ്മളോട് ചോദിച്ച ചോദ്യം വേറെയായിരുന്നു, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു മന്ത്രമാണ്, ഡെവലപ്മെൻറ്റ് ഈസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് അവർ നേഷൻ. Is the heartbeat of our nation. Development is the heartbeat of our nation. Remember, development is the heartbeat of our nation. Development is the heartbeat of our nation. Development is the heartbeat of our nation. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. അതിവേഗം മുന്നേറാൻ കെട്ടിപ്പൊക്കി
നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വെള്ളത്തിൽ പൈപ്പിട്ട് പുഴയെ തള്ളിയകത്താക്കി കമ്പനികൾ പുതുതായി നിരനിരയായി പണിതീർത്തു. വെള്ളത്തിൽ പൈപ്പിട്ട് പുഴയെ തള്ളിയകത്താക്കി കമ്പനികൾ പുതുതായി നിരനിരയായി പണിതീർത്തു. റഷ്യൻ ഷോപ്പ് വഴി സൗജന്യം അളന്നു നൽകി ഓക്സിജൻ. വേഗം വേഗം ചാകുന്നോർക്കായി ആരോഗ്യ പദ്ധതിയായി. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. വികസനം നമ്മുടെ നാടിഞ്ഞരമ്പിൻ സ്പന്ദനം. ഇപ്പൊ ഇതിലൊരു ചോദ്യമുണ്ട്. പുഴയത് പുഴുത്ത് ചീഞ്ഞാൽ എന്താ? പകർച്ചവ്യാധികൾ പുഴയ്ക്കു പകരം ഒഴുകി വന്നാൽ എന്താ? ആളുകൾ 1 or 10 ചത്താൽ എന്താ? രാജ്യം അവരുടെ കുഴിമാടത്തിൽ വർണ്ണം വിതറും റീത്തുകൾ വയ്ക്കും. അതിൻ്റെ ചിതറും വെള്ളിപ്രഭയിൽ നമ്മുടെ നാടും തിളങ്ങി നിൽക്കും.